എന്റെ പേര് അബ്ദുള്ള. കാസർഗോഡ്. അബ്ദുള്ള ചോദിക്കും. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഇതുവരെ പൂർണ്ണമായ മറുപടി കിട്ടിയിട്ടില്ല. എങ്കിലും ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട് ഖുദ്റത്ത് എന്ന് തന്നെ ഇവിടെ ഇമാം റാസി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് ഉണർത്താനുള്ളത്, ഇവിടെ അവസാനമായിട്ട് വിഷയം അവതരിപ്പിച്ച മുസ്ലിയാർ പറഞ്ഞു, ഇമാം സ്വഹാബി തങ്ങൾക്ക് ഹലവി എന്ന കിതാബ് ഉണ്ട്, അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മൂക്ക് താഴോട്ടുള്ള ആ മുസ്ലിയാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇമാം ഹലവിക്ക് അങ്ങനെ ഒരു കിതാബ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അബ്ദുള്ള, നമ്മളൊക്കെ മനുഷ്യന്മാർക്കൊക്കെ മൂക്ക് താഴോട്ട് തന്നെയാണ്. അദ്ദേഹം പ്രയോഗിച്ച വാക്കാണ് മൂക്ക് താഴോട്ടുള്ള. അദ്ദേഹം പ്രയോഗിച്ച വാക്കാണ് ഉദ്ധരിച്ചത്, മൂക്ക് താഴോട്ടുള്ള മനുഷ്യനെന്ന്. അബ്ദുള്ളയുടെ ജ്യേഷ്ഠ സഹോദരൻ ഇതുവരെ ചോദിച്ചപ്പോ വളരെ മാന്യമായിട്ടാ ചോദിച്ചത്. ചെറുപ്പത്തിന്റെ ഒരു ആവേശം മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനാഘോഷം കൊണ്ടാടിയെന്നോ അതിന് തെളിവായ ഒരു ഹദീസെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അതിന് കീഴ്പോട്ട് മൂക്കുള്ള ഒരു പണ്ഡിതനും സാധിക്കൂല എന്നാ പറഞ്ഞത്. കഴിയൂല. പിന്നെ നിങ്ങൾ പറഞ്ഞ വിഷയം എന്താ? അത് ഞങ്ങൾ തറപ്പിച്ചു പറയും. മൂക്ക് കീഴ്പോട്ടുള്ള ഒരൊറ്റ മനുഷ്യനും പ്രവാചകൻ ജന്മദിനാഘോഷം കൊണ്ടാടി അതിന് തെളിവുള്ളതായിട്ട് സ്വഹാബികൾ കണ്ടു, സ്വഹാബത്ത് ചെയ്തു, താബികൾ ചെയ്തു എന്ന് പറയാൻ മൂക്ക് കീഴ്പോട്ടുള്ള പണ്ഡിതന് സാധിക്കും. അതൊരു അനാവശ്യമല്ല, ഉള്ള വസ്തുത പറഞ്ഞതാണ്. പക്ഷെ ആ വസ്തുതയിൽ യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് തറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇമാം ഹലവി എന്ന് പറഞ്ഞു, അതെന്റെ സംസാരത്തിൽ വാക്കബദ്ധം സംഭവിച്ചോ എന്നറിയില്ല. ഇമാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ശരിയാണ്. ഇമാം സഖാവിയുടെ സീറത്തുൽ ഹൽവിയ എന്ന ഗ്രന്ഥം, ഇമാം സഖാവിയുടെ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, ഇത് ഹലവി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ, അത് പറഞ്ഞതാ. അപ്പൊ ഇമാം സഖാവിയുടെ സീറത്തുൽ ഹൽവിയ എന്ന ഗ്രന്ഥം അത് പറയുമ്പോൾ ഹൽവി എന്നുള്ളതും സീറത്തുള്ള 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒന്നാണ്. ആ വാക്കബദ്ധം എന്നുള്ളതല്ലാണ്ട് ഒരു ഹദീസ് തെളിവായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ? സമൂഹത്തെ കൊണ്ട് മൗലൂദും ഈ ബിദ്അത്തുകളൊക്കെ ചെയ്യിപ്പിച്ച് അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ സാധിച്ചോ തെളിവ്? അപ്പൊ ഒരു പ്രസംഗത്തിൽ വന്ന സഹാബി എന്ന് പറഞ്ഞ വാക്കിനെ ഹൽവി എന്ന് പറഞ്ഞ വാക്കായി പോയത് കൊണ്ട് അതിൽ പീഡിക്കൂടിക്കൊണ്ട് സംസാരിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാനുള്ളത്, അൽ മുർഷിദ് എന്ന് പറഞ്ഞ മുജാഹിദിന്റെ മാസിക, അൽ മുർഷിദ് 1938 MCC മൗലവി പറയുന്നു, MCC അതായത് മിനർ റബീഉൽ അവ്വലി ഇല റബീഉൽ അവ്വൽ എന്ന ലേഖനത്തിൽ MCC മൗലവി പറയുന്നു, എന്താണ് പറയുന്നത്? റബീഉൽ അവ്വൽ സന്നദ്ധമായാൽ ലോകത്ത് ഒരു വിഭാഗത്തിന് അത് ഒരു പെരുന്നാൾ ആഘോഷം പോലെയാണ്. ആ മൗലവി പറയുന്നു അത് ചെയ്യാമെന്ന്. അതായത് 1938 MCC മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുർഷിദ് മാസിക ഞങ്ങൾ കാണിക്കുന്നു, നിങ്ങളോട് വെല്ലുവിളിക്കുന്നു, എപ്പോഴാണ് നിങ്ങൾ ഈ നിലപാട് മാറ്റിയിട്ടുള്ളത് എന്ന് ഇവിടെ വെച്ച് പറയണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നേതാവ് MCC മൗലവിയുടെ അതേ നയത്തിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ മാറ്റിയിട്ടുള്ളത്? മറുപടി പറയാം. അൽഹംദുലില്ലാഹ്, ആവേശം നല്ലതാണ്. ആ MCC പറഞ്ഞത് ഇന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ്. നിങ്ങൾക്കതല്ലേ അതാണ് ഈ പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് എന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ നേരത്തെ വായിച്ചല്ലോ, നമ്മൾ എഴുതിച്ചു വായിച്ചല്ലോ. അപ്പൊ അതിനതാ പത്രം. ഇനി ബാക്കിയുള്ളതിന് അൽ മുർഷിദ് മാസിക KNM മാസിക ഒന്നുമല്ല. അബ്ദുള്ള മുസ്ലിയാരെ ശ്രദ്ധിക്ക്. അൽ മുർഷിദ് മാസിക KNM ഇറക്കിയതൊന്നല്ല, ജമിയത്തുൽ ഉലമ ഇറക്കിയതുമല്ല. കേരള ജമിയത്തുൽ ഉലമയോ KNMോ പ്രസിദ്ധീകരിച്ച മാസികയെ അല്ല അൽ മുർഷിദ്. നേരെ മറിച്ച് കേരള മുസ്ലിം ഐക്യ സംഘമാണ് പുറത്തിറക്കിയത്. കേരള മുസ്ലിം ഐക്യ സംഘമാണ്. ആവേശം നല്ലതാ, അത് പരലോകത്ത് വേണമെന്നേ ഉള്ളൂ. കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘമാണ് അത് പ്രസിദ്ധീകരിച്ചത്. കേരള മുസ്ലിം ഐക്യ സംഘത്തിൽ എല്ലാ തരം ആളും ഉൾക്കൊണ്ട ഒരു ഐക്യ സംഘടന മാത്രമാണ്. അതിനാണത് പറഞ്ഞത്. അത് 1921 രൂപീകരിച്ചു, 1936 പിരിച്ചുവിട്ടു പോവുകയും ചെയ്തു.
921 രൂപീകരിച്ച് 36 പിരിച്ചുവിട്ടു പോവുകയും ചെയ്തു. അതാണ് ഐക്യസംഘം. ആ ഐക്യസംഘത്തിന്റെ മാസികയാണ് അൽ മുർഷിദ്. അതിലുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ വാക്കും ശരിയാണെന്ന് നമ്മളെ പ്രസംഗിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അൽ മുർഷിദിൽ വന്നാലും ശരി, ഇനി അൽമനാർ വന്നാലും ശരി, അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത കാലത്തോളം MCC അല്ല ആര് പറഞ്ഞാലും അത് ശരിയല്ല. ആ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ ഞാൻ പ്രസംഗിച്ചാലും ശരി, അടുത്ത എഴുന്നേറ്റ് പറയും അത് ശരിയല്ല എന്ന് പറയും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അല്ലാതെ ഉസ്താദ് പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ സുജൂദിൽ വീഴൂല. നേരെ മറിച്ച് പ്രമാണം വേണം. അതിനേക്കാൾ അപ്പുറത്ത് MCC എന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ചില വിഷയങ്ങൾ പ്രമാണ വിരുദ്ധമായപ്പോൾ അത് സ്വീകാര്യമല്ല പറഞ്ഞ മനുഷ്യന്മാരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് എന്താ MCC? ഞങ്ങൾക്ക് എന്താ MCC? അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരി, പ്രമാണമില്ലേ അത് ശരിയല്ല. അതവിടെ ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ റസൂൽ 23 കൊല്ലം നബിയായി ജീവിച്ചു. ഒരു കൊല്ലത്തിൽ പോലും ജന്മദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല. നബിയുടെ ശേഷം സ്വഹാബിമാർ 100 കൊല്ലം ജീവിച്ചു. ഒരു നൂറ്റാണ്ട് കാലം സ്വഹാബിമാർ ജീവിച്ചു. ഒരൊറ്റ സ്വഹാബി നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതിനുശേഷം 70 കൊല്ലം താബിഴുകൾ ജീവിച്ചു. ആ താബിഴുകളിൽ ഒരൊറ്റ താബിഈ പ്രവാചക ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതിനുശേഷം ഇമാം അബൂ ഹനീഫ വന്നു, ഇമാം മാലിക് വന്നു, ഇമാം ഷാഫിഈ വന്നു, ഇമാം അഹ്മദ് ഹംബൽ വന്നു റഹിമഹുല്ലാ. 4 മദ്ഹബിലെ ഇമാമിങ്ങളിൽ ഒരാൾ പോലും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഞങ്ങളെ തെളിവ്. ഞങ്ങൾ തെളിവാതാ. അതല്ല, അള്ളാഹിന്റെ റസൂൽ ആഘോഷിച്ചിട്ടുണ്ട്, സ്വഹാബിമാർ ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്, ഷാഫി ഇമാം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സ്ഥാപിക്കാൻ കഴിയുമോ? നമുക്ക് ഒന്നിച്ച് മൗലിദ് ആഘോഷിക്കാം, ഒന്നിച്ചാഘോഷിക്കാം. അതല്ലാതെ അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, മറ്റേ ബുക്കിൽ പറഞ്ഞു, ഈ ബുക്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ബുക്കിൽ എന്തെല്ലാം ഉണ്ടാവും? അതൊന്നും ഇസ്ലാമിൽ പ്രമാണമായി സ്വീകരിക്കാവതല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച 23 കൊല്ലങ്ങളിൽ, അതിനുശേഷം ജീവിച്ച സ്വഹാബാക്കളിൽ, അതിനുശേഷം താബിഉകളിൽ, തബഉ താബികളിൽ, 4 മദ്ഹബിലെ ഇമാമിങ്ങളിൽ ഒരാൾ പോലും റബീഉൽ മാസത്തിൽ ഇത്തരം ഒരു ആഘോഷം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലിദ് ണ്ട്, റബ്ബിൽ പങ്കുചേർക്കലുണ്ട്, കള്ളക്കഥയുണ്ട്, അടിസ്ഥാനമില്ലാത്ത സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ചൊല്ലാവതല്ല എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ പറഞ്ഞു അൽ മുർഷിദ് ആരിറക്കിയതല്ല, കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയതല്ല. നിങ്ങൾ പ്രസ്താവിച്ച നിങ്ങളുടെ ഒരു ലേഖനമാണ്. എന്നാൽ MCC മൗലവിയെ നിങ്ങൾ തള്ളുന്നു. ഓക്കെ, എന്നാൽ അടുത്തതായിട്ട് ഞങ്ങൾ പറയുന്നു അബൂ അഹ്മദ് റബീഉ മൗലവി, നിങ്ങളുടെ നേതാവ്, അതേ അൽ മുർഷിദിൽ 1938 ഏപ്രിൽ 1 ഇറക്കിയ മാസികയിൽ പറയുന്നു, നബിയെ മാതൃകയാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നബിയുടെ മൗലിദുകളിൽ പങ്കെടുത്തുകൊള്ളട്ടെ, നബിയുടെ മധുകൾ പറയുന്നെടുക്കൽ പങ്കെടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്ന ആ മൗലവിയും നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? എപ്പോഴാണ്, ഏത് സമയത്താണ് നിങ്ങൾ നയം മാറ്റിയത് എന്ന് പറയേണ്ടത്. അതിൽ വിശദമായി ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, അൽ മുർഷിദും അൽ ഇർഷാദും ഖുറാഫി കുപ്രചാരം എന്ന പുസ്തകമാണ്. കോപ്പി ഇതുപോലെ തന്നെ വലിച്ചെറിയേണ്ടതായിരിക്കും ഒരു കാലഘട്ടത്തിൽ. ശരി, അല്ല അത് പോണ വഴിക്ക് വലിച്ചെന്നാണ്, നമുക്ക് പരാതിയില്ല. അൽ മുർഷിദും അൽ ഇർഷാദും ഖുറാഫി കുപ്രചാരണങ്ങളും എന്ന പേരിൽ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു, അബ്ദുൽ മുസ്ലിം ആവർത്തിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ 23 കൊല്ലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ, സ്വഹാബാ കിറാമിന്റെ 100 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ, താബിഈകളുടെ 70 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ 4 മദ്ഹബിന്റെ ഇമാമികളുടെ പ്രവർത്തനത്തിൽ ഈ മാതൃക ഇല്ല. അതുകൊണ്ട് ഞാൻ അൽ മുർഷിദ് എന്നല്ല, അൽമനാർ എന്നല്ല, ഇനി സീഡിട്ട പറഞ്ഞ് ഇപ്പോൾ ഒരു സർക്കുലർ വന്നു എല്ലാവരും ആഘോഷിക്കണം, എന്നാലും ഞങ്ങൾ ആഘോഷിക്കൂല. അതത്രയേ ഉള്ളൂ. ആര് പറഞ്ഞാലും ശരി, പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാലത്തോളം അത് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. എന്നാൽ ആ അൽ മുർഷിദ് ലേഖനം പൂർണ്ണമായി നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചോദിക്കേണ്ടില്ലായിരുന്നു. അത് പൂർണ്ണമായി ഒന്ന് വായിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചോദിക്കേണ്ടതില്ലായിരുന്നു. അത് കൂടി നിങ്ങൾ പോയിട്ട് സ്വസ്ഥമായി വായിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ ഇവിഷയത്തിൽ എഴുതിയ ആ ഒരു ലേഖനം കൂടി വായിച്ചാൽ നല്ലതാണ്. ഏതായിരുന്നാലും ശരി, ഏത് വിഷയത്തിലും
മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന അക്കാലം മുതൽ ഇക്കാലം വരെയും ഇനിയും ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുന്ന നിലപാട് പ്രമാണങ്ങളിലുണ്ടോ അതാണ് മതം, പ്രമാണങ്ങളിലില്ലേ അത് മതമല്ല. അത് ലോകത്ത് ആര് പറഞ്ഞാലും ശരി, എത്ര വലിയ ഇമാം പറഞ്ഞാലും എത്ര വലിയ മഹാൻ പറഞ്ഞാലും ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഒത്തൊരുമിച്ച് പ്രഖ്യാപിച്ചാലും അത് ദീനല്ല, അത് ഇസ്ലാമല്ല. ഇമാം മാലിക് പറഞ്ഞ പോലെ ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകുനിൽ യൗമ ദീനാ. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല. അതാണ് അടിസ്ഥാനം. അന്ന് മതമാണോ എങ്കിൽ ഇന്നും മതമാണ്, അന്ന് മതമല്ലേ ഇന്നും മതമല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ എന്ന ആയത്ത് ഇറങ്ങുമ്പോൾ എന്താണോ മതം അതാണ് മതം. നിയമപാലകന്മാർ നമ്മോട് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു അക്ബർ അത് നിങ്ങൾ മറക്കാൻ പാടില്ല. ജീവിതത്തിലുടനീളം ആ ബോധമുണ്ടാകണം. പടച്ചറപ്പാണ് വലിയവൻ എന്ന ബോധം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. അത് കേവലം ഒരു മുദ്രാവാക്യമല്ല. അല്ലാഹു അക്ബർ എന്നുള്ളത് കേവലമായ മുദ്രാവാക്യമല്ല, അതൊരു പ്രമേയമാണ്, അതൊരു ആദർശമാണ്, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയത് അല്ലാഹുവായി മാറുക. അവനേക്കാൾ വലുത് മറ്റാരുമില്ല. ഈമാന്റെ മാധുര്യം കിട്ടാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹു ആയിരിക്കണം, അവന്റെ റസൂലായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു റസൂലും പഠിപ്പിച്ചത് ദീനായി സ്വീകരിക്കാവൂ. അതിനപ്പുറം പിൽക്കാലത്ത് വന്നത് ഷിയാക്കൾ ഉണ്ടാക്കിയത്, ജൂതന്മാർ പ്രചരിപ്പിച്ചത്, സൂഫികൾ കൊണ്ടുനടന്നത്, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്, അതുകൊണ്ട് മാത്രം ഒരു കാര്യം മതമാകണമെന്നില്ല എന്നാണ് ഇവിടെ ബോധ്യമായത്. ആ നിലയ്ക്ക് കൂടുതൽ പഠനത്തിന് വിശദമായ അന്വേഷണങ്ങൾക്ക് തയ്യാറാവണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.